തമ്പുരാനെ, ഇതാണ് ആശാന്റെ വീട്. അതെ. ഷോ, ഈ വീടിന്റെ ഒരറ്റത്തുനിന്ന് മറ്ററ്റത്തേക്ക് പോവാൻ കുറെ ദൂരം കാണുമല്ലോ. ആ, പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സൈക്കിളും കൂടി കരുതായിരുന്നു. അതെ, ചിരിച്ചു കഴിഞ്ഞെങ്കില് അകത്തേക്ക് കേറായിരുന്നു. പൊട്ടത്തലൻ അവിടെ നിക്ക്, ചിരിച്ചു കഴിഞ്ഞിട്ട് നമ്മള് പറയാം. അല്ല ആശാനെ, ഇവിടെ നമ്മൾ ഏത് രീതിയിൽ അഭിനയിക്കണം? എത്ര ഭാവങ്ങളുണ്ട് കൈവശം? ഒറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ. ഇനി പറഞ്ഞു തന്നാലും സ്വന്തം ഇഷ്ടത്തിനല്ലേ ചെയ്യൂ. പിന്നെ എന്തിനാണ് ചോദിക്കുന്നത്? അതെ, നമ്മൾ ആദ്യമായിട്ടാണ് ഈ വക പരിപാടികൾ. അപ്പോ കുറ്റവും കുറവൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ വന്ന കാര്യം നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടേ പോവും. അതെ, അഭിനയം കുറച്ച് കുറഞ്ഞാലും ഞങ്ങൾ സഹിച്ചോളാം. പക്ഷേ ഈ അഹങ്കാരവും എല്ലാം അറിയാവുന്നുള്ള ഭാവവും കുറച്ചാൽ തന്നെ പകുതി കാര്യം ഓക്കെ ആവും. അങ്ങനെ മൊട്ടത്തലേന്റെ സമ്മതപത്രം ഇവിടെ ആവശ്യമില്ല. ആ കോളനിയിൽ എല്ലാരും നമ്മളെ വിശ്വസിച്ചില്ലേ ആശാന്റെ കളഞ്ഞുപോയ ഭാര്യയാണെന്ന്? ആ കൊച്ചിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ. അതുപോലെ ഇവിടെ ഞാൻ തകർക്കും. അങ്ങനെയല്ല, അത്ര എളുപ്പമാവില്ല ഇവിടെ കാര്യങ്ങൾ. അവിടെ ശ്രീലക്ഷ്മിയെ സ്നേഹിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അത് അന്ധമായി അവർക്കുള്ളതുകൊണ്ട് എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പുറം ലോകവുമായി ബന്ധമുള്ള, വിദ്യാഭ്യാസമുള്ള, അതിനെല്ലാം പുറമെ ശ്രീലക്ഷ്മിയിൽ നിന്നും ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ തക്കം പാർത്ത് നടക്കുന്നവരുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ഈസി ആവില്ല. ഒരു പരിധി വരെ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ബാക്കിയെല്ലാം ഇവിടത്തെ കയ്യില. നല്ലതിനു വേണ്ടി ചെയ്തിട്ട് അവസാനം നാണം കെടുത്തരുത്. എല്ലാം ഈ കണ്ണമ്മ തലവി ഏറ്റുമൊട്ടത്തലയാ. അമേരിയേരി അതെ അതെ, ആ കാൽപാതൊന്നും മര്യാദയ്ക്ക് വെച്ച് നടക്കണം. നീലഹസ്തി കണ്ണമ്മ തലവിയല്ല, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി രവിചന്ദ്രവർമ്മൻ. ഓക്കേ. ഗണപതിക്ക് വെച്ചതേ കാക്ക കൊണ്ടുപോയി. ഇനി ബാക്കി കണ്ടറിയാം. അമ്മായിയമ്മ അത്രയ്ക്ക് ഓവർ എക്സൈറ്റഡ് ആണോ? എന്ന് പറഞ്ഞ ഇത് നീലഹസ്തി ചന്ത അല്ലെന്ന്. യമുനെ,
ഈ പാത്രം കറക്കി തീരുമ്പോ നമ്മളിവിടെ തലചുറ്റി വീഴും ആശാനെ. മിണ്ടാതിരിക്ക്. ഭാര്യയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറിക്കൊള്ളൂ. എന്താ മോനെ, തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? അത് അത് എനിക്കറിയാം, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇതിലൊന്നും വലിയ വിശ്വാസം കാണില്ലെന്ന്. അനുഭവം ഗുരു. എങ്കിലും എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന് ഞാൻ കരുതിയ എന്റെ മോനെയും മരുമോളെയുമാ ഈശ്വരൻ എന്റെ മുന്നിൽ വീണ്ടും കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് അമ്മയുടെ ആഗ്രഹമായിട്ട് കണ്ടാ മതി. മോൻ മോളുടെ കൈയും പിടിച്ച് അകത്തേക്ക് വാ. ആശാനെ, ചുമ്മാ നോക്കി നിന്ന് രംഗം വഷളാക്കരുത്. ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതിപ്പോ ചെയ്തേ പറ്റൂ. ആശാന്റെ കൈ പിടിച്ചോ? രണ്ടുപേരും വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ. അകത്തേക്കോ? ആശാനെ ഇങ്ങനെ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാതെ വാ, അകത്തേക്ക് കയറാം. അല്ലെങ്കിൽ ഇവർ വിടുന്ന ലക്ഷണമില്ല. നീ ശ്രദ്ധിച്ചോ, അവള് ചെരുപ്പൂരാതെ അകത്തേക്ക് കയറിയത്? വാമ മോളെ ശ്രീലക്ഷ്മി,
അമ്മായിയമ്മയ്ക്ക് ബോധ്യായല്ലോ. ആ ഇതിൽ വേറെ സംശയമൊന്നുമില്ലല്ലോ. ആ നമുക്കത് മതി. ആ ഒന്നുകൂടി നമ്മളുടെ പേര് വിളിച്ചേ. ശ്രീലക്ഷ്മി. ആ അതാണ്. ഇവിടെ നമ്മളൊരു കലക്ക് കലക്കും. കലക്കാനോ? മോൾ എന്തൊക്കെയായി പറയുന്നേ? അത് 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 വേറൊന്നുമല്ലമ്മേ. ശ്രീലക്ഷ്മിക്ക് ചില കാര്യങ്ങൾ മിസ് ചെയ്യും. നന്നായി വരും. ഈശ്വരൻ മാത്രമല്ല, രവിയുടെ സ്നേഹവും മോന്റെ തിരിച്ചു വരുമെന്ന എന്റെ മോന്റെ ഉറച്ച വിശ്വാസവുമാ മോളെ ഇവിടെ എത്തിച്ചത്. ആണോ? നമ്മൾ തിരികെ വന്നില്ലേ, ഇനി എന്തിനാ കരയണത്? ഇത്രയും വില കൂടിയ സാരിയൊക്കെ കൊടുത്തിട്ട് വലിയ സ്വർണ്ണമൊക്കെ ഇട്ടിട്ട് ആരില് വെറുതെ കരയോ? ഇനി അമ്മ കരയരുത്, നമ്മളത് കാണരുത്, കേട്ടല്ലോ? ഇത് രഘുചന്ദ്രവർമ്മൻ, എൻ്റെ അനിയനാണ്. രഘുമോനല്ലേ? We miss you so much, Erdi. താങ്ക് യു സോ മച്ച് രഘുമോനെ. ശ്രീലക്ഷ്മി മാഡം, രഘു സാറിനെ മോനെന്നൊന്നും വിളിക്കരുത്. രഘുചന്ദ്രവർമ്മൻ. ഭർത്താവിന്റെ അനിയന്റെ പേരല്ലേ വിളിക്കേണ്ടത്? അതിനിടയ്ക്ക് എന്തോന്ന് വർമ്മനും ചന്ദ്രനും. നമ്മള് രഘുമോനെന്നോ രഘുന്നോ വിളിച്ചാ പോരെ? മതി, എന്തായാലും മതി. അതാണ്. ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ.
മോളെ ശ്രീലക്ഷ്മി, ഇപ്പോഴാ ഇതൊരു വീടായത്. നീയും രവിയും ഇല്ലാതെ ഈ വീടിനെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. നീ ഇല്ലാതെ ഈ വീട്ടിലേക്ക് വരില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു രവി. നീ മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മോനെ കാണാൻ കൂടി സാധിക്കില്ലായിരുന്നു. ഇനി നിങ്ങളെ രണ്ടുപേരെയും എവിടേക്കും ഞാൻ വിടില്ല. ആ അയ്യോ, അത് നടക്കില്ല. നമുക്ക് തിരിച്ചു പോ. ഇതേതേ ഈ രണ്ട് മുഖങ്ങള്? രണ്ടിന്റെ മുഖലക്ഷണം അവലക്ഷണാണല്ലോ. ഇത് രഘുവിന്റെ ഭാര്യ രേഖ, അത് അമ്മ രാജലക്ഷ്മി. ആ നമുക്കറിയാം, രേഖ അമ്മ രാജലക്ഷ്മി. എന്തു പറ്റി? മുഖത്തിന് തെളിച്ചമില്ലല്ലോ. നമ്മൾ വന്നത് പിടിച്ചില്ലേ? അത് മോള് ഗർഭിണിയായതുകൊണ്ട്. ആ അതിന് മോള് ഗർഭിണിയായതിന് നിങ്ങളുടെ മുഖം എന്താ എങ്ങനെ ഇരിക്കണത്? മോള് ഗർഭിണിയായത് നിങ്ങക്ക് പിടിച്ചില്ലേ? അതല്ല, എന്തോ ഒരു വയ്യായിക, അതാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആക്ച്വലി വെരി ഹാപ്പി ടു സീ യു. ഞാനും ഇവളും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ശ്രീലക്ഷ്മിയെ തിരികെ തരണേന്ന്. ആ പ്രാർത്ഥനയുടെ ഫലമാ മോള് വന്നത്. ഈശ്വരൻ പ്രാർത്ഥന കേട്ടു. ഇങ്ങനെയാണ് ഈശ്വരൻ കേൾക്കുന്നെങ്കിലേ ഇനി ഒരു കാര്യവും പ്രാർത്ഥിക്കരുത്. അതെ, വളരെ താമസിച്ചല്ലേ ഈശ്വരൻ കേട്ടത്. അതല്ലേ നമ്മൾ വരാൻ താമസിച്ചത്. അതുകൊണ്ട് പറഞ്ഞതാ. ഇതെന്താ ശംഖില് നൂല് കെട്ടിയിട്ടിരിക്കുന്നു? നിന്റെ താലിമാല എവിടെ? ശ്രീലക്ഷ്മി താലിമാല ഇല്ലാതെ ജീവിക്കില്ല.